അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. ഈ മഹാസമ്മേളനത്തിൻ്റെ സമാദരണീയരായ അധ്യക്ഷർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളെ, യോഗത്തിലെ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ടി.കെ. ശിവകുമാർ അവറുകൾ, സമാദരണീയരായ എം.ടി. ഉസ്താദ് അവറുകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രേഷ്ഠ പണ്ഡിതന്മാർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, വിദേശ പ്രതിനിധികൾ, ഇവിടെ കൂടിയ എൻ്റെ പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു മുഖ്യ പ്രഭാഷണം എന്നുള്ള നിലയ്ക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും ഇപ്പോൾ നമ്മൾ 5 ദിവസങ്ങളായി കാസർഗോഡ് കുനിയയിൽ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള സെഷനുകളിലൊക്കെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇവിടെ നിന്നും യാത്ര പറയുകയാണല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറഞ്ഞ് പിരിയാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഈ സമ്മേളനം നൽകിയ അറിവുകൾ വളരെ പ്രധാനമാണ്. ആഴമേറിയ വിഷയങ്ങളിലുള്ള ചർച്ചകളും ഉത്ബോധനങ്ങളും മാർഗദർശനങ്ങളുമൊക്കെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമുക്കൊക്കെ ലഭിക്കുകയുണ്ടായി. എല്ലാം ഹൃദയത്തിൽ വഹിച്ച് പുതിയൊരു ഊർജവുമായിട്ടും പുതിയൊരു ഉൾക്കാഴ്ചയുമായിട്ടാണ് കുനിയയോട് നമ്മളെല്ലാവരും ഇവിടെ വിട പറയുവാൻ പോകുന്നത്. ശരീരം മാത്രമേ ഇവിടുന്ന് വിട പറയുന്നുള്ളൂ. മാനസികമായിട്ടും അതുപോലെ തന്നെ ഓർമ്മകളിലൂടെയും ഇനിയും ഒരുപാട് കാലം കുനിയയിലെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കും എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കഴിഞ്ഞ 10 വർഷം മുമ്പ് ഇതുപോലെ നമ്മൾ ആലപ്പുഴയിലെ ആ കടൽ തീരത്ത് ഒരുമിച്ചവരായിരുന്നു. ആ ഓർമ്മകൾ നമുക്ക് മറക്കാറായിട്ടില്ല. അവിടെയും 3-4 ദിവസം ക്യാമ്പുകളിലൊക്കെ ഒരുമിച്ച് കൂടി. അതുപോലെ തന്നെ സംസ്ഥാന സമാപന സമ്മേളനത്തിലും ലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇന്നും അന്നത്തെ ആ ചിത്രം ഓർമ്മിക്കുകയാണ്. ആലപ്പുഴ സമ്മേളനത്തിൻ്റെ പിറ്റേന്നിറങ്ങിയ പത്രത്തിലെ എല്ലാ പത്രങ്ങളിലെയും മുഖചിത്രം ആലപ്പുഴ സമ്മേളനത്തിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൂടെ, ജനകോടികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഈ ഡോണർ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ്. ആലപ്പുഴയുടെ തീരം മുഴുവനും പകർത്തിയ ആ ചിത്രത്തിൽ അവിടെ തടിച്ചുകൂടിയ കോടിയോളം വരുന്നതെന്ന് തന്നെ പറയാം. ആ ജനങ്ങളുടെ ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു കൂടിച്ചേരലാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഇവിടെ ഇപ്പോൾ സപ്തഭാഷയല്ല. സപ്തഭാഷ ഇപ്പോൾ കന്നഡയും മലയാളം അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റ് ഭാഷകളൊക്കെ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2 ഭാഷ കൂടി അറബിയും ഇംഗ്ലീഷും ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ സംസ്ഥയുടെ സമ്മേളനം സപ്തഭാഷക്കൊക്കെ അപ്പുറത്താണ്. സംസ്ഥയുടെ സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ, അതിൻ്റെ പ്രതിനിധികളായി എത്തുന്നവർ സപ്തഭാഷകൾക്കൊപ്പം അതിലേക്ക് അപ്പുറത്തുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗമാണ്. ഈ 100ാം വാർഷികം ഇവിടെ തന്നെ നടത്താൻ തിരഞ്ഞെടുത്തത് അത് യാദൃച്ഛികമായിരിക്കാം. എല്ലാ ഭാഷകളിലേക്കും നമ്മുടെ ആശയത്തെ, സംസ്ഥയുടെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാൻ മഹത്തായ കുനിയയിലെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. കുനിയയിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ചില ഓർമ്മകളുണ്ട്. നമ്മുടെ മഹാനായ UM ഉസ്താദ് അവറുകൾ, അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. നമ്മുടെ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം തിരിച്ച് കാസർഗോഡാകുമ്പോൾ ഷാവറമ്പർ കൂടിയായിട്ടുള്ള അദ്ദേഹം കാസർഗോഡിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിൽ വളരെയേറെ ആഴത്തിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ
ദർജകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ CM ഉസ്താദും അങ്ങനെയാണല്ലോ. കാസർഗോഡൊക്കെ വരുമ്പോൾ എപ്പോഴും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ജിഹ്വയായിട്ട് തന്നെയായിരുന്നു മഹാനായ CM ഉസ്താദിനെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. അവരൊക്കെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെയൊക്കെ അഭാവം നമുക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ സമ്മേളനം ഇസ്ലാമിൻ്റെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശപരമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പാഠങ്ങൾ നമുക്കിവിടെ ഉരുവിട്ട് തന്നു നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ. അത് ഉറക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, 5 ദിവസങ്ങളിലായി 100 മണിക്കൂറുകളിൽ ഏറെയാണ് നിങ്ങളിവിടെ ചെലവഴിച്ചിട്ടുള്ളത്. 100 മണിക്കൂറുകളോളം ഇവിടുത്തെ പന്തലിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ചെലവഴിച്ചു. വിവിധ സെഷനുകളിൽ നിങ്ങൾ പങ്കെടുത്തു. എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് സമ്മേളനത്തിൽ ഉടനീളം സംബന്ധിച്ചത് എന്ന് ഈ സമ്മേളനത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോഴൊക്കെ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും, ഈ വലിയ 100 മണിക്കൂറുകളോളം നമ്മളിവിടെ കൂടിയിരുന്ന് വിവിധ സെഷനുകളൊക്കെ സംബന്ധിച്ചപ്പോഴും ഒരിക്കലും തന്നെ സഹോദര സമുദായങ്ങളെക്കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും ഈ സമ്മേളനത്തിൽ ഒരാളും ഉരിയാടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങളെക്കുറിച്ചും നല്ലതാണ് പറഞ്ഞത്. ആരെയും നമ്മൾ മോശമായി പറയുകയുണ്ടായില്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വരി പോലും പോയിട്ട് ഒരക്ഷരം പോലും ഇതര സമുദായങ്ങളെക്കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ്. സംസ്ഥയുടെ 100 വർഷങ്ങൾ എന്താണ്, പിന്നിട്ട 100 വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ശരിയായ ഒരു നഖചിത്രമാണ് തീർച്ചയായിട്ടും കുനിയയിലെ ഈ സമ്മേളനം എന്ന് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റൊന്നും ആവശ്യമില്ല. എന്തായിരുന്നു സംസ്ഥയുടെ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിന് കുനിയയിൽ നടന്ന സംഭവങ്ങളെ തന്നെ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആരെയും മതത്തിൽ നിന്ന് പുറത്താക്കാൻ വന്നിട്ടില്ല. ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്താക്കാനോ ആരെങ്കിലും മതത്തിലേക്ക് അകത്താക്കാനോ ഈ സമ്മേളനത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും സ്വർഗത്തിലാക്കാൻ നമ്മൾ പോയിട്ടില്ല. ആരെങ്കിലും നരകത്തിലാക്കുവാനും നമ്മൾ കുനിയയിൽ കൂടിയിരുന്നു കൊണ്ട് നമ്മൾ അതിനൊന്നും തയ്യാറായിട്ടില്ല. മറിച്ച് നരകവും സ്വർഗമൊക്കെ അള്ളാഹു കൊടുക്കുന്നതാണ്. അത് അള്ളാഹു വിട്ടുകൊടുക്കുകയാണ്. മറിച്ച് ജീവിതത്തെ സമ്പൂർണ്ണവൽക്കരിക്കുന്ന, നേരത്തെ ഇവിടെ ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് നൽകിയത്. അതാണ് നമ്മളിവിടുന്ന് 5 ദിവസങ്ങളിലും മനസ്സിലാക്കി കഴിഞ്ഞത്. അത് തന്നെയാണ് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിലൂടെ നമുക്ക് കേരളത്തിന് തന്നെ ബോധ്യപ്പെടുത്തി തന്നതും അത് തന്നെയാണ്. സമാനതകളില്ലാത്ത ഒരു ചരിത്ര പിറവി അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ആത്മീയ ലോകത്ത് ഏറ്റവും ദൃഢമായ സംഘടനാ സംവിധാനം, അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീനീ പ്രവാഹം നൽകാൻ കാരണമായിട്ടുണ്ട് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ. അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ്. 100 വർഷങ്ങളിൽ ഒരു സംഘടന ജ്വലിച്ചു നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണുള്ളത്. അതില്ലാതെ ഇത് സാധ്യമല്ല. നേരത്തെ ഡി കെയും ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 100 വർഷമൊക്കെ ഒരു സംഘടനക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഇച്ഛാശക്തി ആവശ്യമാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അവൻ്റെ ഒരു വിധിയാണ്. ഇലാഹിയായിട്ടുള്ള സഹായങ്ങളുടെ നിധിയായിട്ടാണ് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയെ നമുക്ക് കാണുവാൻ കഴിയുക. ജനലക്ഷങ്ങൾ അത് നെഞ്ചിലാക്കി ഇലാഹി പാതയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് ആ സംഘശക്തി മാറുകയുണ്ടായി. ഇത് കേവലം ഒരു സംഘടനാ പ്രവർത്തനമല്ല, ഇത് ഇലാഹി പാതയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മുന്നേറ്റമാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു ജമിയത്താണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതുപോലെ യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായം അത് സംഘബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ്, സംഘബോധത്തോടെ ജീവിക്കുമ്പോഴാണ്
അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുണ്ട്. അത് തന്നെയാണ് സംസ്ഥയുടെ ഏറ്റവും വലിയ നേട്ടവും. 100 വർഷങ്ങളുടെ പാരമ്പര്യം അതാണ്. ഐക്യത്തോടെ വതസിമു ബിഹബ്ലില്ലാഹി ജമിഅ വലാ തഫറഖു എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ തിരുവചനങ്ങൾ ഉത്തമ സമൂഹത്തിലേക്കാണ് സംസ്ഥ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് നമ്മൾ ദ്വാരന്നുകൊണ്ടിരിക്കുന്നു. ദുനിയാവിലെ ഹസനാത്തുകൾക്ക്, ആഖിറത്തിലെ നിത്യജീവിതത്തിലെ സ്വർഗീയ വാസത്തിലേക്ക്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയാണ്. ഇലാഹി പാതയിലൂടെ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തന്ന ആലിമീങ്ങളുടെ മഹത്തായ വചനങ്ങളിലൂടെയാണ് നമുക്കതൊക്കെ തന്നെ കേൾക്കുവാൻ കഴിഞ്ഞത്. തസവുഫും ഫിഖ്ഹും രണ്ടും ചേർന്ന്, രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലക്ക് ഫാഖിഹാണ്, അതോടൊപ്പം സൂഫിയാണ്. നമ്മുടെ പണ്ഡിത നേതൃത്വ സംസ്ഥ കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായിരുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സാമൂതിരിയെക്കുറിച്ച് രചന നടത്തുകയുണ്ടായി. അത് കേരള ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുകയാണ്. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയം കർമ്മശാസ്ത്ര പഠനത്തിലൂടെയാണ്. ഫത്ഹുൽ മുഈൻ അത് രചിച്ചതിലൂടെ മഹാനവറുകൾ ലോകപ്രശസ്തനായി എന്നുള്ളതാണ്. ഫത്ഹുൽ മുഈനും ഇർഷാദും ഇതൊക്കെ തന്നെ അത് കേരളത്തിലേക്ക് മാത്രമല്ല, ഇവിടെ ജാമിഅ അസ്ഹറിൻ്റെ പ്രമുഖ വ്യക്തിത്വം ഇവിടെ നമ്മോട് സംസാരിച്ചു. ജാമിഅ അസ്ഹറിൽ പഠന വിധേയമാണ്, അവിടെ പാഠ്യവിഷയമാണ് ഫത്ഹുൽ മുഈൻ. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവിടെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊക്കെ പോകാൻ പറ്റി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ മനുഷ്യൻ, ഒരു ആലിമ്, പ്രൊഫസറാണ്. അദ്ദേഹം എനിക്കൊരു സമ്മാനമായി ഒരു പുസ്തകം നൽകി. പറിച്ചു നോക്കുമ്പോൾ അത് ഫത്ഹുൽ മുഈനാണ്. അദ്ദേഹം എനിക്ക് തരാൻ കാരണം, ഞാൻ കേരളക്കാരനാണ്, ഞങ്ങൾ കേരളക്കാരാണ്. ഫത്ഹുൽ മുഈൻ്റെ മുസന്നിഫിൻ്റെ രാജ്യക്കാരനാണ്, ആ ഗ്രന്ഥകാരൻ്റെ രാജ്യക്കാരനാണ് ഞങ്ങൾ എന്നറിഞ്ഞുകൊണ്ട് ആ സന്തോഷം പകർന്നുകൊണ്ടാണ്, പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ്റെ ആ ഗ്രന്ഥം ഞങ്ങൾക്ക് നൽകിയത്. അപ്പം അത്രമാത്രം ലോകത്ത് ആദരിക്കപ്പെടുന്ന മഹാമനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. അദ്കിയയുടെയും കർത്താവ്. ആധ്യാത്മിക ജീവിതത്തെ പാടി നമുക്ക് പറഞ്ഞു തന്നു അദ്കിയയിലൂടെ. ആ കാവ്യപദങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ്റെ വ്യക്തിപരം, അവൻ്റെ സാമൂഹ്യപരം, അവൻ്റെ കുടുംബപരം, ഇങ്ങനെ എല്ലാ മേഖലകളിലും അവൻ പുലർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആധ്യാത്മികതയെക്കുറിച്ച് അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിലെ വളരെയേറെ അള്ളാഹുവുമായി അടുത്ത് കഴിയുന്ന മഹാപുരുഷന്മാർ, അവര് മാറി മാറി വരുന്ന രാപകലുകൾ, സൂര്യചന്ദ്രന്മാർ, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ എല്ലാ സംഭവങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് അവരെ നിന്നും കിടന്നും സഞ്ചരിച്ചുകൊണ്ടും അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോഴും അവർ പറയുന്ന ഒന്നുണ്ട്, ഇതൊന്നും വെറുതെ അല്ല, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഖിനാ അദാബന്നാർ,
ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ കാത്തിരക്ഷിക്കാൻ പരിശുദ്ധനായ റബ്ബിനോടും അതാണ് പറയുന്നത്. അപ്പം ഈ ദുനിയവിയായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴും അതുമായി സഞ്ചരിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ ഉള്ളകം എപ്പോഴും ഓർമ്മിക്കേണ്ടത് അള്ളാഹുവിലുള്ള ഭയപ്പാടിലാണ്. അദാബുന്നാറിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്. നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടിലൂടെയാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ള സന്ദേശം. അത് ആത്മീയതയുടെ ഏറ്റവും വലിയ തലമാണ്. അവിടേക്ക് നമ്മെ നയിച്ച മഹാനായ സൈനുദ്ദീൻ മക്തൂം റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പം അവരൊക്കെ പോലെയുള്ളവർ ആത്മീയതയും സാമൂഹ്യ ജീവിതത്തെയും ഒരുമിച്ച് കണ്ടു എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തന്നു ആ മഹാരഥന്മാർ. അതിലൊന്നും അവർ ഒരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തിയില്ല. കർമ്മശാസ്ത്ര മേഖലയിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ആത്മീയ മേഖലയിലേക്കും നമുക്ക് അവർ വിരൽ ചൂണ്ടി തന്നു എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ തന്നെയാണല്ലോ. അദ്ദേഹം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്തായത്, അദ്ദേഹം ഇബ്രാഹിം ബിൻ അദ്ഹവുമായി കരാറുണ്ടാക്കി, ഒരുമിച്ച് ജീവിക്കാം. ഇബ്രാഹിം അദ്ഹ് നേരത്തെ കൊട്ടാരവാസിയായിരുന്നു, പിന്നെ അതൊക്കെ ഒഴിവാക്കി തികഞ്ഞ ആത്മീയതയോടെ ജീവിക്കുവാൻ തയ്യാറായി. മഹാനായ ഇമാം അബൂ ഹനീഫ ആണെങ്കിലോ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു, പാണ്ഡിത്യത്തിൻ്റെ നിറകുടമായിരുന്നു. പക്ഷേ ഇബ്രാഹിം അതുമായി അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സ്നേഹം കൂടുന്നത് എന്ന് പലർക്കും സംശയമായി. അപ്പൊ ആ സൗഹൃദത്തിന്റെ കാരണം എന്തായിരുന്നു? പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന ഇമാം അബൂ ഹനീഫ ആത്മീയ വിശ്രുതിയിൽ ജീവിതത്തെ നിർവചിച്ച ഇബ്രാഹിം അതുമായി വളരെയേറെ ബഹുമാനത്തോടെയുള്ള ഒരു സ്നേഹബന്ധമാണ് അവർ കാത്തു സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇൽമും തസവുഫും ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള പണ്ഡിത ദർശനം, അത് തന്നെയാണ് ലോകത്തെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹവും മുഅത്ത പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ വിരചിച്ച ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നു അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ചുരുക്കി പറഞ്ഞാൽ കേവലം തസവുഫിന്റെ ജ്ഞാനം ഇല്ലാതെ ഫിഖ്ഹിന്റെ ഹുക്മുകൾ മാത്രം അറിയുന്നവർക്ക് അത് പോരാ എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെ ഫിഖ്ഹിന്റെ ഹുക്മുകൾ അറിയാതെ തസവുഫിന്റെ ജ്ഞാനം മാത്രമുള്ളവർ അതും പോരാ എന്നുള്ളതാണ്. അപ്പോൾ ഫഖീഹായിരിക്കണം, അതോടൊപ്പം തന്നെ സൂഫിയുമായിരിക്കണം എന്നുള്ള ദർശനങ്ങളാണ് ആ പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ നമുക്ക് നൽകിയത്. വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഒരുമിച്ച് നിന്നാൽ ഇത് രണ്ടും ഒരുമിച്ചാൽ അതാണ് ഹഖീഖത്തിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമായി ആ മഹാദാർശനികന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഷാഫി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഷൈബാനു റായിയുടെ സദസ്സിൽ വന്നിരിക്കുമായിരുന്നു. മഹാപണ്ഡിതനായ ഇമാം ഷാഫി. അദ്ദേഹത്തോട് പലരും ചോദിക്കും, എന്തിനാ ഷൈബാനു റായിയുടെ സദസ്സിൽ അങ്ങ് പോയിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അതാ മിൻ വറസത്തിൽ അംബിയ, ഇദ്ദേഹം അംബിയാക്കളുടെ പരമ്പരയിൽപ്പെടുന്നു. അതായത് അനന്തരാവകാശം. ഉലമാക്കൾ വറസത്തിൽ അംബിയ പറയുന്നുണ്ടല്ലോ. എന്നതുപോലെ തന്നെ സൂഫിയായ ഷൈബാനു റായിയും അംബിയാക്കളുടെ അനന്തരാവകാശിയായിട്ടാണ് മഹാനവർകൾ പറഞ്ഞത്. കുൻ ഫഖീഹൻ വസൂഫിയൻ വലാ തകുൻ വാഹിദ.
എന്നും ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയും. നിങ്ങൾ ഫഖീഹാവുക, പണ്ഡിതനാവുക, ഒപ്പം സൂഫിയുമാവുക, വലാത്തക്കും വാഹിദ, ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിത്യത്തെ നിർവചിച്ചു. ആ പാണ്ഡിത്യത്തിൻ്റെയും തസവുഫിൻ്റെയും മാർഗത്തിലൂടെ സമൂഹം നയിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി. അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രവും. മദ്ഹബിൻ്റെ എല്ലാ ഇമാമുമാരും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആ പാരമ്പര്യം തന്നെയാണ് കേരളത്തിൽ വന്നാലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. 17-ാം വയസ്സിൽ തന്നെ കുത്ബാനിയത്ത് പ്രകടിപ്പിച്ച മമ്പ്രം തങ്ങളെ മഹാനായ വലിയങ്കോട് ഉമർ ഖാദി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. ഉമർ ഖാദി ഉന്നത പണ്ഡിതനായിരുന്നു, സൂഫിയായിരുന്നു. തങ്ങളുമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പ്രകടിപ്പിച്ചു. ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാരും സമാദരണീയരായ ശംസുൽ ഉലമയും ഒക്കെ കാത്തുസൂക്ഷിച്ചതും അത്തരത്തിലുള്ള ബന്ധങ്ങളാണ്. ഇങ്ങനെ തസൂഫിൻ്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെയും, അത് രണ്ടും മനുഷ്യന് ആവശ്യമാണല്ലോ. കർമ്മശാസ്ത്രം ജീവിതത്തെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ, തസവുഫ് ജീവിതത്തെ വ്യക്തമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഈ പാഠങ്ങളിലൂടെ നമുക്ക് നമ്മെ പഠിപ്പിച്ച പാരമ്പര്യമുള്ള സൂഫിവര്യന്മാരുടെ, പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ആ മഹനീയമായിട്ടുള്ള ചരിത്ര പാരമ്പര്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുണ്ട് ഉള്ളത്. അത് 100 വർഷങ്ങൾക്ക് ശേഷം അത് കൂടുതൽ തിളക്കത്തോടെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിലും ആ ഒരു തിളക്കത്തിൽ ജീവിക്കുവാനും ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതിനൊക്കെയുള്ള നല്ല ഒരു പ്രചോദനമായി ഈ 100-ാം വാർഷിക സമ്മേളനം മാറിക്കഴിഞ്ഞു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ എളിയ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ വേറൊരു കാര്യം പറയുന്നു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ SKJ MCC അതിൻ്റെ 70-ാം വാർഷിക മഹാസമ്മേളനം 2029 ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ച വിവരം ഇവിടെ അറിയിക്കുകയാണ്. അതിൻ്റെ പ്രചാരണോദ്ഘാടനം സമ്മേളനം 2027 ജനുവരിയിൽ തമിഴ്നാട്ടിൽ വെച്ച് നടത്തും എന്നുകൂടി ഇവിടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.